Hello friends, welcome to channel goodhappenshereajay സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ UPI നെ കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് UPI. അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യ ഇറക്കിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇന്ത്യയുടെ ഒരു ടെക്നോളജി സംഭവമാണ് നമ്മുടെ മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംഭവം. അതായത് IMPS NEFT പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത് ആക്ച്വലി. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ IMPS ആയാലും നെഫ്റ്റ് ട്രാൻസാക്ഷനൊക്കെ ആയാലും അതിനൊരു ചാർജ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി കഴിയുമ്പോൾ നമുക്ക് UPI ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സംഭവം ഡിജിറ്റൽ ട്രാൻസാക്ഷനെ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ UPIൻ്റെ അത് ആക്ച്വലി 2020 തൊട്ട് തന്നെ ഫ്രീ ആയിരുന്നു ആക്ച്വലി അത്. അപ്പോൾ റീസെൻ്റ്ലി RBIയുടെ ഒരു സംഭവം ലെറ്ററും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആക്ച്വലി UPIയും നമ്മുടെ നെഫ്റ്റോ അല്ലെങ്കിൽ IMPS പോലെ ചാർജ് ആക്കണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നോട്ടീസും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ UPIന് ചാർജ് വരുമോ? തന്നു കഴിഞ്ഞാൽ ശരിക്കും പെടുന്ന വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കഴിഞ്ഞ മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ 200 ലക്ഷം, അതായത് 200 മില്യൺ സംതിങ്, 200 ലക്ഷം അല്ല സോറി 200 മില്യൺ ട്രാൻസാക്ഷൻസ് ആണ് UPIയിൽ വെച്ച് നടന്നിരിക്കുന്നത് ഒരു മാസത്തിൽ കിട്ടാം. അപ്പോൾ അത് ചാർജബിൾ ആയി കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ലാഭം നിങ്ങൾക്ക് ചോദിക്കാം. അത് വെച്ചിട്ട് തന്നെയാണ് RBI ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് നല്ല ലാഭമാണ്, പക്ഷേ കസ്റ്റമേഴ്സിന് നല്ല ബോറാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ട് പോലും പേ ചെയ്യുന്നത് UPI വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായില്ലേ. അപ്പോൾ അത് ചാർജ് വരുമെന്നാണ് നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ RBI ഇത് ഓൾറെഡി ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അതുപോലെ ചാനൽ വൈസ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു. URL നിങ്ങൾ കണ്ടായിരിക്കും, ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി നമ്മളിപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി പറയണമെന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ ടോക്ക് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെറുതെ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് അത്യാവശ്യം പെട്ടെന്ന് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് നമ്മൾ എന്തായാലും UPIന് ഇനി ഫീസും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ഇപ്പോഴും അത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ RBIയുടെ അവർ ആ ലെറ്റർ കൊടുത്ത സംഭവം ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് UPI ഫ്രീ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ് നമ്മുടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയിരിക്കും സെൻട്രൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ആക്ച്വലി ഇപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അപ്പോൾ എത്ര കാലത്തേക്ക് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ UPI വരാനും ചിലപ്പോൾ ഗവൺമെൻറ് മാറേണ്ട തന്നെ UPIന് ചാർജസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പറയാൻ പറ്റില്ല ഒന്നും. ഇപ്പം എന്തായാലും UPIന് എന്തായാലും ഇപ്പോൾ ചാർജ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് Google Pay Amazon Pay ഒക്കെ ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കണ്ടും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണ്. ബൈ.